അസ്സലാമു അലൈക്കും. സൂറത്തു തകാസുറാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ സുമ്മലത്തറമുന്നഹ ഐനുൽ യഖീൻ അവിടെയാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഇനി ഒരു ആയത്തൂടി ഉണ്ട്. ഇതിലതൊന്ന് ഓതുക. അഊദു ബില്ലാഹ് അത്തകാസുർ അൽഹാക്കുമുത് തകാസുർ. നിങ്ങൾ തന്നെ ഓതികോളി. അഊദു ബില്ലാഹ് സൂറത്ത് 8 പിന്നെ 102 സൂറത്ത്. അവിടെ അൽഹാക്കുമുത് തകാസുർ അൽഹാക്കുമുത് തകാസുർ അവിടെയും ഒന്ന് ശരിയാക്കണ്ട്. ഹത്താ സുർത്തുമുൽ മഖാബിർ എന്നാ പറയാം നമ്മള്. كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അവിടെ തുസ്അലുന്ന ഒന്നുകൂടി മടിക്കണം. സുമ്മലതുസ്അലുന്ന അങ്ങനെ മണിച്ചിട്ട് ഓതണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المكابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المكابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. أعوذ بالله
بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أراكم تكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترون عين اليقين ثم لتسألن يومئذ عن النعيم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ശ്രദ്ധിക്കാനുള്ള തജ്വീദ് ആദ്യം നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഒന്ന് ഇങ്ങനെ ഒരു അലിഫ് കാണാം, പിന്നെ ഇതു കാണാം. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അൽഹാക്കുന്നിലോടത്ത് ഇതാണ് കാണാം, അത് നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. അൽ അ ഉച്ചരിക്കണം. പിന്നെ അത്തക്കാസുറുന്നിലോടത്ത് ഇത് കാണാം, സ്വാദിട്ടത് കാണാം. അത് കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. ആ ലാമിനും ഉച്ചാരണമില്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് ഓതുന്നത്? അൽഹാക്കുമുത്തകാസുർ, അൽഹാക്കുമുത്തകാസുർ. പിന്നെ വലൈക്കും സലാം. ഹത്ത, അവിടെ ആ യാഇൻ്റെ മിഡിൽ കണ്ടില്ല നിങ്ങൾ? യാ ഹത്ത എന്നുള്ളടത്ത് യാ ആണല്ലോ ശരിക്കുള്ളത് അല്ലേ? അതിൻ്റെ മധ്യത്തിലാണ് അലിഫ് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഹത്തീന്ന് ഓതരുത്, ഹത്താന്ന് അകാരമാക്കി ഓതണം എന്നതിനാണ് ആ മിഡിലിൽ ആ നഗ്നമായ അലിഫ് ഇടണം. അതിന് അടയാളമൊന്നും ഉണ്ടാവില്ല, വെറും ഒരു അലിഫ് ഇങ്ങനെ കാണാം. അത് ഹത്ത എന്നുള്ള അകാരമായിട്ട് ഉച്ചരിക്കണം, മുകളോട്ട് ഉച്ചരിക്കണം എന്നർത്ഥം. അപ്പം ഹത്തീന്ന് ഓതാൻ പാടില്ല, ഹത്ത. പിന്നെ സുർത്തുമുൽ മഖാബിർ, അവിടെ ആലിഫ് അതേപോലെ തന്നെ ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ആ റാ ഇല്ലേ, ആ റായിന് റ് എന്ന ഉച്ചാരണം ഉണ്ടാവും, ര് എന്ന ഉച്ചാരണം ഉണ്ടാവും. ഇവിടെ ഏതാ ഉച്ചരിക്കേണ്ടതെന്നാണ്. അപ്പം റായിന് സുക്കൂന് വരിക, നേരെ ബാക്കിലുള്ള അക്ഷരത്തിന് കെസ്റും വന്നാൽ ര് എന്ന് ഉച്ചരിക്കണം എന്നാണ്. അതിന് തർക്കീക്ക് എന്നാണ് പറയാം, തർക്കീക്കായിട്ട് ഉച്ചരിക്കണം. അവിടെയാണ് നമ്മൾ ഹത്താ ദുർത്തുമുൽ മഖാബിർ ബിർ എന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ നിയമം അതാണ്. ഫിർഔന അവിടെ ഉണ്ടല്ലേ, ഫിർഔന. ആ ഫിർഔ എന്നുള്ളിടത്ത് ആ ഫായിന് കെസ്റാണ്, പിന്നെ റായിന് സുക്കൂനാണ്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? തർക്കീക്കായിട്ട് ഉച്ചരിക്കണം. അതിന് തർക്കീക്ക് എന്നാണ്. എന്നാൽ റാ എന്ന് ഉച്ചരിക്കുകയാണെങ്കിലോ അതിനാണ് മുഫഹം എന്ന് പറയാറുള്ളത്. അപ്പോൾ റായിന് രണ്ട് ഉച്ചാരണമുണ്ട്, ഒന്ന് തർക്കീക്ക്, രണ്ട് തഫീം. പിന്നെ കെല്ലാ സൗഫ താലമൂൻ, അവിടെയൊക്കെ ഞങ്ങൾ നീട്ടേണ്ടത് 4 മുതൽ 6 കതിർ വരെയാണ്. ആ താലമൂൻ എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ താലമൂൻ 4 മുതൽ 6 വരെ. സ്റ്റോപ്പ് ഇല്ലെങ്കിൽ, വഖഫ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? നീട്ടാൻ പാടുള്ളതല്ല. ഇനിയിപ്പോൾ ഒരാൾ ഇങ്ങനെ ഓതുക, കെല്ലാ സൗഫ തഅലമൂന സുമ്മ കെല്ലാ എന്ന് ഓതുകയാണെങ്കിൽ താലമൂന 2 കതിരേ നീട്ടാവൂ. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിർത്താൻ പാടുള്ളൂ, അല്ല നീട്ടാൻ പാടുള്ളൂ. കെല്ലാ സൗഫ തഅലമൂൻ. ഇനി മറ്റൊരോത്ത് കെല്ലാ സൗഫ തഅലമൂന സുമ്മ കെല്ലാ സൗഫ തഅലമൂൻ. എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യണത് അവിടെയാണ് നീട്ടേണ്ടത്. പിന്നെ കെല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ആ യഖീൻ നീട്ടണം, കാരണം സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ. ലതറവുന്ന, ഷദ്ദുള്ള നൂന് വന്നാൽ എന്ത് ചെയ്യണം? ഷദ്ദുള്ള നൂന് വന്നാൽ അത് ശരിക്ക് ന് പ്ലസ് ന ആണ് എന്തായത്? ന എന്നായി മാറിയത് എന്നാണ്. അപ്പം ന് ന ആണത് ന ആയത്. അപ്പോൾ എന്ത് ചെയ്യണം? മണിക്കണം. അപ്പോൾ എങ്ങനെ ഓതണം? ലതറവുന്ന 2 പ്രാവശ്യമെങ്കിൽ തരിമൂക്ക് ഇങ്ങനെ തരിപ്പിക്കണം. ലതറവുന്ന
ലതറബുന്നൽ ജഹീം അവിടെ നീട്ടണം. നിങ്ങളവിടെ വഖഫ് ചെയ്യണില്ല, ഒന്നിച്ചവിടെ ഓതി പോവുക. അങ്ങനെയാണെങ്കിൽ നീട്ടണ്ട. ലതറബുന്നൽ ജഹീമ സുമ്മ ലതറബുന്നഹ. അവിടെ സുമ്മ അവിടെ എന്ത് ചെയ്യണം? ഷദ്ദുള്ള മീമ് വരുമ്പോഴും എന്ത് ചെയ്യണം? മണിക്കണം. അത് എന്താ കാരണം വെച്ചാൽ മ് പ്ലസ് മ ആണ് എന്തായത്? മ ആയത്. അതുകൊണ്ട് അവിടെയും മണിക്കണം. പിന്നെ സുമ്മ ലതറബുന്നഹ ഐനൽ യഖീൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, നീട്ടി നിർത്തുക. പിന്നെ സുമ്മ നേരത്തെ പറഞ്ഞേക്ക് മണിക്കുക. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അവിടെ ദിൻ എന്നുള്ള എന്ത് പാടില്ല? മണിക്കാൻ പാടില്ല. അവിടെ ഇൽഹാർ ചെയ്യാണ്, വ്യക്തമാക്കിയാൽ മതി. അപ്പോൾ യൗമഇദിൻ അനിൻ നഈം അവിടെ യൗമഇദിൻ എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. യൗമഇദിൻ അത് വേർതിരിച്ച് മനസ്സിലാക്കുക എങ്ങനെ? ആ സിഗ്നൽ കൊണ്ട് തന്നെ മനസ്സിലാവും. ആ ഇതിന്നിട്ട് നോക്കി നിങ്ങൾ 2 വരി എങ്ങനെയാണ്? ഒപ്പര. എന്നാൽ പിന്നെ മറ്റായത്തിൽ നോക്കി നിങ്ങൾ മുകളിലുള്ള ആയത്തിൽ ഫഹുവ ഫി ഈശത്തുൻ റാദിയ അൽ ഖാരിയയിൽ കണ്ടില്ല നിങ്ങൾ? ഫഹുവ ഫി ഈശത്തുൻ റാദിയ അവിടെ ഇട്ടത് എങ്ങനെ? ഇങ്ങനെ ഒപ്പരല്ല, ഒന്ന് മുകളിലും ഒന്ന് അതിൻ്റെ ഒരു ഏകദേശം അടുത്തുകൂടി. ഇത് രണ്ടും സ്റ്റാർട്ടിങ് ഒപ്പര, ഇത് ഒപ്പരല്ല. അപ്പം ഇങ്ങനെ കണ്ടാലും ഇങ്ങനെ കണ്ടാലും വ്യത്യാസമുണ്ട്. ഇങ്ങനെ കണ്ടാൽ 2 ഒപ്പരം വരുന്ന കണ്ടാൽ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം എന്നാ. ഇൽഹാർ എന്നാണ് അതിന് പറയാം. വ്യക്തമാക്കി ഓതുക, നൂനിനെ വ്യക്തമാക്കുക. അപ്പം എങ്ങനെ ഓതണം? യൗമഇദിൻ ഫഹുവ ഫീ ഐശത്തിർ റാദിയ ഐശത്തിർ റാദിയ അവിടെ ഇദ്ഗാം ചെയ്യണം. അപ്പോൾ യൗമഇദിൻ അനിൻ നഈം അവിടെ അനിന്ന മണിക്കണം. അനിൻ നഈം. എല്ലാവരും കൂടി ഒരു പ്രാവശ്യം ഓതി വയ്ക്കാൻ. അഴുതില്ല. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്? പിന്നെ തജ്വീദ് ആർക്കെങ്കിലും ഉണ്ടോ? എന്നാ പോവാം. അർത്ഥം പറഞ്ഞോടി. അൽഹാക്കുമുത്തകാസുർ നമ്മളെന്തേ പഠിച്ചിനല്ലോ. പെരുമ നടിക്കുന്നവന് പെരുമ നടിക്കുക എന്നുള്ളത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ലഹുവിലാക്കിയിരിക്കുന്നു. അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഹത്താ ദുർത്തുമുൽ മഖാബിർ ശ്മശാന സ്ഥലം സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോയി മറമാടുന്നത് വരെ ഇങ്ങനെ പെരുമ നടിച്ചുകൊണ്ടിരിക്കും മനുഷ്യൻ എന്നർത്ഥം. ഖല്ല ഉറപ്പായിട്ടും, സൗഫ തഅലമൂൻ വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ല വീണ്ടും ഉറപ്പായിട്ടും, സൗഫ തഅലമൂൻ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ ഉറപ്പായിട്ടുള്ള ആ അറിവ് നിങ്ങൾ അറിയുന്ന പക്ഷം ലതറവുന്നൽ ജഹീം നരകം നിങ്ങൾ കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ ആ നരകത്തെ നിങ്ങൾ കണ്ണിനാൽ കാണും. നേരത്തെ പറഞ്ഞത് സാധാരണ കാണാം, മറ്റത് ഉറപ്പായിട്ടും കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. സുമ്മ പിന്നെ ലതുസ് അലുന്ന നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് ചോദിക്കും. യൗമ ഇതിൻ അന്നത്തെ ദിവസം അനിൻ നഈം സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, സുഖാനുഭൂതികളെ സംബന്ധിച്ച് അള്ളാഹു താല നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. അതിന് നമ്മൾ ഈ പിന്നെ സുമ്മൽ അത്ര പുന്നഹ ഐനുൽ യഖീൻ അതുവരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് എടുത്തതാണ്.
ഇനി നമുക്ക് എടുക്കാനുള്ളത് സുമ്മ ലതുസ്അലുന്ന യൗമ ഇതിൻ അനിൻ നഈം എന്ന ലാസ്റ്റത്തെ ആയത്താണ്. സുമ്മ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ ഈ സുമ്മ പറയണത്? അറബിയിൽ സുമ്മ പറയണത് എന്തിനാ? പേനൻ്റെ ധാരാളം തോന്നുന്നു. മതി. സുമ്മ ഫ പിന്നെ വ, ഇതൊക്കെ ഏകദേശം പിന്നെ എന്ന് അർത്ഥമുണ്ട്. സുമ്മ എന്ന് പറഞ്ഞാലും ഫ എന്ന് പറഞ്ഞാലും വ എന്ന് പറഞ്ഞാലും. സുമ്മ എന്ന് പറയുന്നത് ഒരു സംഗതി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടൈം ഉണ്ടാവും. ആ ടൈമുള്ളതിനാണ് എന്ത് പറയാ? സുമ്മ എന്ന് പറയാം. ഇനി സുമ്മ സമ്മയായാലോ? സുമ്മ എന്നാണിത്. ഇനി ചിലയിടത്ത് കാണാം സമ്മ എന്ന് കാണാം. അതിൻ്റെ അർത്ഥം എന്താ? ആ വ്യത്യാസമുണ്ട്. സമ്മ എന്ന് പറഞ്ഞാൽ അവിടെ എന്ന അർത്ഥം. ഹുനാക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. സമ്മ അവിടെ, സുമ്മ പിന്നെ. ഫ എന്ന് പറഞ്ഞാലോ അതും പിന്നെ എന്ന് തന്നെയാണ്. വ എന്ന് പറഞ്ഞാലോ അതും പിന്നെ ശേഷം എന്നൊക്കെ ഉള്ളതിന് തന്നെയാണ് വ എന്ന് പറഞ്ഞത്. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, സുമ്മ ഒരു സെൻറ്റൻസിൽ സുമ്മ പറഞ്ഞാൽ അതിൻ്റെ മുമ്പുള്ള സംഗതി കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി സമയം കഴിഞ്ഞിട്ടുള്ളതിനാണ് സുമ്മ പറയാം. ഫ പറഞ്ഞാലോ ഉടനെ എന്നുള്ള അർത്ഥത്തിനാണ് എന്ത് പറയാം? ഫ. ഒരു സംഗതി കഴിഞ്ഞ് ഉടനെ തന്നെ ഫ. അങ്ങനത്തെ രംഗത്താണ് ഫ ഉപയോഗിക്കുക. വായോ, വാ ചിലപ്പം അതിന് ടൈമൊന്നുമില്ല. എപ്പോൾ സംഗതി എന്തായാലും അവിടെ ഉപയോഗിക്കുക വ എന്നാണ്. ഇതൊക്കെ നമ്മളെ പ്രയോഗത്തിലുണ്ടാവും. അപ്പോൾ ഇനി തിരിച്ചു വരിക. സുമ്മല തറവുന്നഹ ഐനൽ യഖീൻ, ആ നരകത്തെ നിങ്ങൾ കണ്ണിനാൽ ഉറപ്പായിട്ടും കാണുക തന്നെ ചെയ്യും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ലതുസ് അലുന, പിന്നെ ഒരു രംഗമുണ്ട്. ഒരു ഇത്തിരി സമയം കഴിഞ്ഞിട്ടാവും. അതുകൊണ്ടാണ് ആ സമയം കാണിക്കാനാണ് എന്ത് പറയുന്നത്? സുമ്മ. എന്നിട്ട് പറയാ ലതുസ് അലുന്ന എന്ന് പറഞ്ഞാൽ, ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറപ്പായിട്ടും. തുസ് അലുന്ന നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്ന. നിങ്ങൾ ചോദിക്കുന്നല്ല അർത്ഥം, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. രണ്ടും വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ല എന്ന് പറഞ്ഞാൽ ഉറപ്പ്, ആ പിന്നെ നൂനും എന്താണ്? ഉറപ്പിന്. രണ്ട് ഉറപ്പാണ് അവിടെ ഉള്ളത്, രണ്ട് ശക്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും യാതൊരു സംശയവുമില്ല നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദ്യം ചോദിക്കും. യൗമ ഇതിൻ, അന്നത്തെ ദിവസം പരലോകത്ത് വെച്ച്, അനിൻ നഈം, സുഖ സൗകര്യങ്ങളെപ്പറ്റി. നഈം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്തൊക്കെ? ഒരുപാട് അർത്ഥങ്ങളാണ് മുഫസ്സിറുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. വലിയ പണ്ഡിതനാണ് സഹാബത്തിൽ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അർത്ഥം സുഖസൗകര്യം. നഈം എന്ന് പറഞ്ഞതുകൊണ്ട് അൽ അംനു വസ്സിഹ, നിർഭയത്വവും ആരോഗ്യവുമാണ് ഏറ്റവും വലിയ സുഖസൗകര്യം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾ പറഞ്ഞിട്ടുള്ളത് സഈദ് ബിൻ ജുബൈർ. ഇതൊക്കെ സഹാബത്തിൽപ്പെട്ട തന്നെയാണ്. ആ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് അസ്സിഹത്തു വൽ ഫറ, ആരോഗ്യവും അതേപോലെ തന്നെ ഒഴിവ് സമയം, അത് വലിയ ഒരു അനുഗ്രഹമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത്, മനുഷ്യനുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരുപാട് കഴിവുകളുണ്ടല്ലോ, ആ കഴിവുകളെ സംബന്ധിച്ചാണ് അത് പറയുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാലാമത്തത്, മനുഷ്യൻ ഭുജിക്കുന്ന ഭക്ഷണവും പാനീയവും കുടിക്കുന്ന പാനീയവും അതിൻ്റെ ആ രുചിക്കാണ്, അത്തരം രംഗത്തിനാണ് പിന്നെ നഈം എന്ന് പറയുന്നത്. മറ്റൊന്ന് മനുഷ്യൻ്റെ ഭക്ഷണം, അവൻ വയറ് നിറക്കണേനും നഈം എന്ന് പറയാറുണ്ട്. തണുത്ത വെള്ളം കുടിക്കണേനും നഈം എന്ന് പറയാറുണ്ട്. നല്ല താമസ സ്ഥലത്തിന് നഈം എന്ന് പറയാറുണ്ട്.
ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് നല്ല രൂപത്തിലാണെങ്കിൽ, വലിയ തകരാറൊന്നുമില്ലാതെ കോർങ്ങേടൊന്നുമില്ലാതെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനും നഈം എന്ന് പറയാറുണ്ട്. സുഖകരമായ ഉറക്കത്തിന് അറബി ഭാഷയിൽ നഈം എന്ന് പറയാറുണ്ട്. നല്ല ഉറക്കം, നല്ല ഉണർവ്, അതിനൊക്കെ നഈം എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ശരീഅത്ത്, ആ നിയമസംഹിതക്ക് നഈം എന്ന് പറയാറുണ്ട്. പിന്നെ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ തകരാറുകളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനും നഈം എന്ന് പറയാറുണ്ട്. പിന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് മനുഷ്യൻ എന്തൊക്കെ സുഖത്തിൽ അനുഭവപ്പെടുന്നോ, ആ സുഖാനുഭൂതി അവന് ലഭിക്കുന്നോ, ആ രംഗങ്ങളൊക്കെ നഈം എന്ന പദപ്രയോഗത്തിൻ്റെ പരിധിയിൽ, ആ സർക്കിളിൽ പെടും എന്നതാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ തിരിച്ചു വരാം. ആരോഗ്യവും നിർഭയത്വവും ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? ഒരാൾക്ക് എല്ലാമുണ്ട്, നിർഭയത്വമില്ലെങ്കിലോ അയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉണ്ടായാലും അയാൾക്ക് എന്നും പേടിയാണെങ്കിൽ അയാൾക്കൊരു സുഖം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇനി അയാൾക്ക് എല്ലാമുണ്ട്, പക്ഷെ ആരോഗ്യമില്ലെങ്കിലും അയാൾ തകരാറായില്ലേ? അയാൾ എന്നും നിത്യ രോഗിയാണെങ്കിലോ അതും അയാളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. അതുകൊണ്ടാണ് അൽ അംനു വസ്സിഹത്ത് എന്ന് പറയാൻ കാരണം. മൂന്നാമത്തെ ഒഴിവ് സമയം. മനുഷ്യന് എന്നും ജോലിയിൽ ഇങ്ങനെ മുഴുകുക, ഒരു സമയം ഒഴിവില്ല, 24 മണിക്കൂർ ഇങ്ങനെ എൻഗേജഡ് ആവുകയാണെങ്കിലോ അതും വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറു മിനൻ നാസി അസ്സിഹത്തു വൽ ഫറാന. മനുഷ്യൻ അശ്രദ്ധയിലായിരിക്കുന്ന അള്ളാഹുവിൻ്റെ 2 അനുഗ്രഹങ്ങളാണ്, അധിക മനുഷ്യരും അശ്രദ്ധയിലാവുന്ന 2 അനുഗ്രഹങ്ങളാണ് ആരോഗ്യവും ഒഴിവു സമയവും എന്നുള്ളത്. അപ്പോൾ ആരോഗ്യം ഉണ്ടായിരിക്കുക, ഒഴിവു സമയം ഉണ്ടായിരിക്കുക എന്നുള്ളത് മഹാ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ പറ്റിയാണ് നഈം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായിക്കാൻ ഹുമസ്ഉല എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ കേൾവി, മനുഷ്യൻ്റെ കാത്, മനുഷ്യൻ്റെ ഹൃദയം, അവൻ്റെ ചിന്താശക്തി, ഇതിനെ പറ്റിയൊക്കെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്കാണ് നഈം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, യുഅ്താബിൽ അബ്ദി യൗമൽ ഖിയാമ. പുനരുത്ഥാന നാളിൽ ഒരു മനുഷ്യനെ, ഒരു അടിമയെ അള്ളാഹു കൊണ്ടുവരും. ഫയഖൂലു ലഹു, എന്നിട്ട് അള്ളാഹു തആല അവനോട് ചോദിക്കും, അലം അജ്അൽ ലക സംഅൻ വ ബസറൻ വ മാലൻ വ വലദ. ഞാൻ നിനക്ക് കേൾവിയും കാഴ്ചയും സമ്പത്തും കുട്ടികളെയും ഒക്കെ തന്നില്ലേ, ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നില്ലേ എന്ന് ചോദിക്കുന്ന ഇതിനാണ്, അത്തരം സുഖാനുഭൂതികൾക്കാണ് എന്ത് പറയാ, നഈം എന്ന് പറയുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരാളുടെ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅതി നഖമതിക വ ജമീഇ സുഖതിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അല്ലാഹുവേ, നീ ചെയ്തു തന്ന അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിലും, നീ ചെയ്തു തന്ന ആരോഗ്യം മാറിമറിയുന്നതിലും, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ആരോഗ്യം മാറിമറിയുക, തഹവ്വുൽ എന്ന് പറയുന്നത് അത്തരം ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂല്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ പെട്ടെന്ന് ഉണ്ടാവുക, അതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പിന്നെ ശരണം തേടാറുണ്ടായിരുന്നു എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്ത് പറയും, നഈം എന്ന പദപ്രയോഗം ഉപയോഗിക്കും എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ഈ കാര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം, മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി പോലുള്ള പണ്ഡിതന്മാർ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ വഴിക്ക് വെച്ച് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും കണ്ടുമുട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെയും കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും എങ്ങോട്ട് പോവാം? അബുൽ ഹൈസം ബിൻ തീഹാൻ അൽ അൻസാരി എന്ന് പറയുന്ന ഒരു അൻസാരി ഉണ്ട്, ആ അൻസാരിയുടെ വീട്ടിലേക്ക് പോവാം എന്ന് പറയുണ്ടായിരുന്ന. അതിനൊരു കാരണമുണ്ട്. ആ കാലഘട്ടത്തെ പട്ടിണി, ദാരിദ്ര്യമാണ് എല്ലാവരും അസമയത്ത് പുറത്തു വരുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസമയത്ത് പുറത്തു വന്നപ്പോൾ ആരുണ്ട്? കൂട്ടുകാരായ അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹും പുറത്തുണ്ട്. അപ്പം നബി ചോദിക്കുകയാണ്, എന്താ അപ്പം നിങ്ങൾ ഈ അസമയത്ത് പുറത്തു വന്നത്? മാ അഖ്റജക്കുമാ മിൻ ബുയൂത്തിക്കുമാ ഹാദിഹി സഅ, ഈ സമയത്ത് നിങ്ങൾ പുറത്തു വരാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഖാല, അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും കൂടി പറഞ്ഞു, അൽ ജൂഉ യാ റസൂലല്ലാഹ്, വിശപ്പാണ്, പട്ടിണിയാണ്, വിശപ്പാണ് എന്ന് പറയുണ്ടായിരുന്ന. ഖാല വ അന വല്ലദീ ബിനഫ്സി യദി അല്ലദീ അഖ്റജക്കുമാ, നിങ്ങളെ ഏതൊരു കാര്യത്തിനാണോ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്ത് വന്നത് നിങ്ങൾ, അതേ കാര്യത്തിന് തന്നെയാണ് ഞാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്ന് പറയും. കാരണം മൂന്നാൾക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ആ പട്ടിണി കാലഘട്ടത്തെ ആ വിശപ്പിൻ്റെ അതാണ് അവിടെ സൂചിപ്പിക്കണം. അങ്ങനെ ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് പോയി, ദീർഘമായ ഹദീസിലുള്ളതാണ്. അങ്ങനെ അൻസാരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ അൻസാരി അവിടെ ഇല്ല. അവിടെ ഉള്ളത് ആ അൻസാരിയുടെ ഭാര്യയാണ്. അങ്ങനെ മർഹബൻ വ അഹ്ലൻ എന്നൊക്കെ പറഞ്ഞ് സലാമൊക്കെ പറഞ്ഞു. എവിടെയാണ് വീട്ടുകാരൻ, ഫുലാൻ എവിടെയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഭാര്യ പറയാണ്, ശുദ്ധ വെള്ളം എടുത്തു കൊണ്ടുവരാൻ വേണ്ടി, വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പുറത്തു പോയതാണ്. അങ്ങനെ അൻസാരി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും അവരെ കണ്ടുമുട്ടി, ഈ അൻസാരി കണ്ടുമുട്ടി. അപ്പോൾ ആ അൻസാരി പറയാണ്, അൽഹംദുലില്ലാ മാ അഹദുൻ അൽ യൗമ അക്രമ അദിയാഫൻ മിന്നി, എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അതിഥികളെയാണ് അല്ലാഹു തആല എനിക്ക് നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറയുകയുണ്ടായി എന്ന്. അങ്ങനെ അദ്ദേഹം പോയി ഒരു ഈന്തപ്പന കൊല കൊണ്ടുവരികയും എന്നിട്ട് കുറേ വെള്ളവും കൊണ്ടുവരികയും ഒരു കത്തിയും അതൊക്കെ പാകം ചെയ്ത്, ഒരു ആടിനെ കറുത്ത് പാകം ചെയ്ത് കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും അത് വിശപ്പടങ്ങോളം ഭക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശപ്പൊക്കെ അടങ്ങിയതിന് ശേഷം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും പറയുന്ന ഒരു വാക്കുണ്ട്, ഹാദാ വല്ലദീ നഫ്സി ബിയദിഹി മിനൻ നഈം. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ സുഖസൗകര്യം ഉണ്ടല്ലോ, ഈ അനുഭൂതി, നമ്മൾ വിശപ്പടങ്ങി എന്ന ആ അനുഭൂതി, അതിനെ സംബന്ധിച്ച് നാളെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം എന്ന ആയത്ത് ആ സ്വഹാബികൾക്ക് ഓതിക്കേൾപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നോക്കി നിങ്ങൾ, കേവലം ഒരു വിശപ്പ് അത് അടങ്ങുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു മഹത്തായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് നാളെ പരലോകത്ത് ചോദിക്കും എന്നതാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കും. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കേവലം ഒരു പട്ടിണി, ആ പട്ടിണിയെ സംബന്ധിച്ചാണ് ഈ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞെങ്കിൽ, ഞാനും നിങ്ങളുമൊക്കെ കാലും കയ്യും തല വരെ അനുഗ്രഹത്തിലാണ്. നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ആ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര ഇരട്ടി ചോദ്യം ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് നമുക്ക് ചിന്തിക്കാൻ അതിലുള്ളത് എന്നുള്ള. അപ്പോൾ ലാ തസൂലു ഖദമ അബ്ദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാണാം, ഒരു മനുഷ്യൻ്റെ രണ്ട് കാലടികളും മുന്നോട്ട് നീങ്ങില്ല. ഹത്താ യുസ്അല അൻ അർബൈൻ, 4 കാര്യത്തെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടാതെ. ഒന്ന് അൻ ഉംരി, അവൻ്റെ ആയുഷ്കാലം 10, 40, 50, 60, 70, 80 എത്രയാണോ അല്ലാഹു കണക്കാക്കിയത്, ആ ആയുസ് എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാലടിപ്പാട് മുന്നോട്ടങ്ങോട്ട് നീങ്ങുകയില്ല എന്നുള്ളതാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ വ അൻ ശബാബിഹി എന്നും പറയുന്നുണ്ട്, അവൻ്റെ യുവത്വം എന്തിന് ചെലവഴിച്ചു, പിന്നെ മാല്, അവൻ്റെ പ്രവർത്തനം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചോദിക്കാതെ കാലടി മുന്നോട്ട് പോവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം, നാം ഇന്ന് അനുഭവിക്കുന്ന ചെറിയ ചെറിയ ആ സുഖസൗകര്യങ്ങളെപ്പോലും അല്ലാഹു തആല നമ്മോട് ചോദ്യം ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ്? ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തവരാണ് സഹാബത്തൊക്കെ. ഇപ്പോൾ ഉദാഹരണമായി മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന് ആ അൻസാരികളൊക്കെ സ്വീകരിച്ച് മദീനയിൽ സ്വീകരിച്ച്
വീടും നാടുമൊക്കെ വിട്ട് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ അൻസാരികളുടെ വീട്ടിൽ കൂടെ താമസിച്ച് ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്ത ആ സഹാബത്തിനോടാണ് റസൂലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് സുമ്മല തുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം. ഈ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ത്യാഗത്തിലുമൊക്കെ മുന്നോട്ട് പോയ സഹാബത്തിനോടാണ് അല്ലാഹു തആല പറയുന്നത് നിങ്ങളുടെ ഈ അനുഗ്രഹത്തെ പറ്റി ചോദ്യം. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, വളരെയധികം ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അനുഗ്രഹങ്ങൾ എത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം ചോദ്യവും കൂടും എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ മഹാനായ മുആദ് ബിൻ ജബൽ, മുആദ് ബിൻ അബ്ദുല്ലാ ബിൻ ഖുബൈബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്നാഫി മജ്ലിസിൻ, അദ്ദേഹം പറയാണ് ഞങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ ഒരു സദസ്സിലായിരുന്നു. ഫജാ അൻ നബിയു വ അല റഅ്സിഹി അസറു മാഇൻ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അദ്ദേഹത്തിൻ്റെ തലയിൽ വെള്ളത്തിൻ്റെ പിന്നെ പാടുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടത് വളരെ സുന്ദരനായിട്ടാണ്, നല്ല ഒരു സുമുഖനായിട്ട് കണ്ടു. പിന്നെ അപ്പോൾ പിന്നെ പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഞാൻ വളരെ സുമുഖനാണ്, എനിക്കെല്ലാ അനുഗ്രഹങ്ങളുമൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയും ആ മനുഷ്യനെ പിന്നെ ഉപദേശിക്കുന്നത് ഈ അനുഗ്രഹത്തെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുക ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയാണ് ഏറ്റവും വലിയ ധന്യത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ധന്യതയല്ല, മനസ്സിൻ്റെ ധന്യതയാണ്. അതാണ് ഏറ്റവും വലിയ സുഖം. അത് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഭക്തി അഥവാ തഖ്വ ഉണ്ടാവണം എന്നവിടെയും പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇന്ന അവ്വല മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമ, ഒരു അടിമ പുനരുത്ഥാന നാളിൽ പിന്നെ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് മിനൻ നഈം, സുഖാനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് അലം നുസഹിലക ജിസ്മക, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയില്ലേ, വനുറവ്യക മിനൽ മാ ഇൽ ബാരിദ്, തണുത്ത വെള്ളം നാം നിന്നെ കുടിപ്പിച്ചില്ലേ എന്നതായിരിക്കും എന്നുള്ള. എന്നാൽ ആരാധനയുടെ കാര്യത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരത്തെ പറ്റിയാണ്. സുഖാനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ, നഈമിൻ്റെ കാര്യത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം മനുഷ്യൻ അല്ലാഹു തആല നൽകിയിട്ടുള്ള ആരോഗ്യം, അവൻ കുടിക്കുന്ന ആ പാനീയവുമാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹിയുടെ ഹാറൂൻ റഷീദിൻ്റെ കാലഘട്ടത്ത്, ഖലീഫ ഹാറൂൻ റഷീദിൻ്റെ കാലഘട്ടത്ത് ഒരു ദീവാനിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇബ്നു സിമാക്ക് എന്ന് പറയുന്ന മഹാപണ്ഡിതനുണ്ട്. അപ്പോൾ ഹാറൂൻ റഷീദ് തൻ്റെ വൃത്യനോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പിന്നെ വെള്ളം ഇങ്ങനെ കുടിക്കാൻ വേണ്ടി ആ ഗ്ലാസ് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ പണ്ഡിതനായ ഇബ്നു സിമാക്ക് ആ ദീവാനി വെച്ച് ചോദിച്ചു, അവിടെ ഇരിക്കും കിഫ്, ഒരു നിമിഷം നിങ്ങളാ കുടിക്കല്ലേ, ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം, ആ പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിക്കാൻ, ഈ വൃത്യൻ കൊണ്ടുവന്ന വെള്ളം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക ദാഹം തീർക്കാൻ? അദ്ദേഹം പറയാണ്, എൻ്റെ ഈ രാജാധിപത്യത്തിൻ്റെ, എൻ്റെ ഈ ദൗലയുടെ, ഈ രാഷ്ട്രത്തിൻ്റെ പകുതി കൊടുത്തിട്ടെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കൊണ്ടുവരും. അങ്ങനെ അയാളോട് കുടിക്കാൻ പറഞ്ഞു. അയാൾ കുടിച്ചു. വീണ്ടും ആ പണ്ഡിതൻ ചോദിക്കുകയാണ്, നിങ്ങൾ കുടിച്ച വെള്ളം വിയർത്ത് കൊണ്ടോ മൂത്രമൊഴിച്ചു കൊണ്ടോ ശരീരത്തിന് പുറത്തു പോവാൻ ഒരു മാർഗമില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ മറുപടി, ആ കുടിച്ച വെള്ളം പിന്നെ പുറത്തേക്ക് പോവാനുള്ള ഈ ലോകത്തെ എല്ലാ ഡോക്ടർമാരെയും, എൻ്റെ ഈ രാഷ്ട്രം മുഴുവൻ, എൻ്റെ പരിധിയിലുള്ള ഈ രാജ്യം മുഴുവൻ, ഈ ഖജനാവ് മുഴുവൻ നൽകിക്കൊണ്ട് അതിനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കും, ഡോക്ടർമാരെ ഞാൻ കൊണ്ടുവരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നോക്കി നിങ്ങൾ, എന്നിട്ട് അദ്ദേഹം ആ പണ്ഡിതൻ, ആ ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ഖലീഫയെ ചിന്തിപ്പിക്കുകയാണ്. എന്താണ്? അപ്പം നിങ്ങൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില നിങ്ങളുടെ ഈ രാഷ്ട്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ രാജാധിപത്യം, നിങ്ങളുടെ കീഴിലുള്ള ഈ ഇത് മുഴുവൻ ഒരു ഗ്ലാസ്സിന് വെള്ളത്തിന് തുല്യമാണോ എന്ന് അദ്ദേഹം ചിന്തിക്കും. അപ്പോൾ അള്ളാഹു ചെയ്തു തന്ന, ഞാനും നിങ്ങളുമൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം, അത് കുടിക്കാനുള്ള ആരോഗ്യവും അത് കുടിച്ചിട്ടത് പുറത്തേക്ക് പോകാനുള്ള ആരോഗ്യവും എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഹാ അനുഗ്രഹമാണ് എന്ന് ആ ഭരണാധികാരിയെ ആ ഇബ്നു സിമാക്ക് എന്ന പണ്ഡിതൻ പഠിപ്പിക്കാൻ. അപ്പം ഏത് അനുഗ്രഹവും, അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ അനുഗ്രഹം
നമ്മളതിനെപ്പറ്റി ചിലപ്പോൾ ചിന്തിക്കൂല. നമ്മൾ വലിയ വലിയ സമ്പത്തൊക്കെ കിട്ടുമ്പോഴാണ് അനുഗ്രഹം, അല്ലെങ്കിൽ വലിയ ആകാശം മുട്ടണ വീടും കൊട്ടാരവും ഫ്ലാറ്റും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വലിയ അനുഗ്രഹമായി കാണാം. എങ്കിൽ ആ ചെറിയ ചെറിയ അനുഗ്രഹം അത് വലിയ അനുഗ്രഹമാണ് എന്നത് ചിന്തിപ്പിക്കുകയാണ് ഈ പണ്ഡിതൻ അദ്ദേഹത്തെ ചെയ്തിട്ടുള്ളത്. ആലോചിച്ച് നോക്കുങ്ങൾ, നമ്മളൊക്കെ ഇപ്പോൾ 2 കാലിൽ ഇവിടെ നടന്നു പോകുന്നു. എന്നാൽ 2 കാലിൽ നടക്കാൻ സാധിക്കാത്ത എത്ര ആളുകളുണ്ടാവും. നമ്മളെ തള്ളവിരലിൽ ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുന്നു അല്ലേ? എങ്ങനെയാണ് ആ തള്ളവിരലിൽ നമ്മളിങ്ങനെ ബാലൻസ് തെറ്റാതെ മറിയാതെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്? ആലോചിച്ച് നോക്കുങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെവിക്കകത്ത് ആ സംവിധാനിച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയ ദ്രാവകമുണ്ട്. ആ ദ്രാവകം ഇല്ലെങ്കിൽ നമുക്ക് ബാലൻസ് കിട്ടൂല. ഞാൻ നിന്നോടത്തുനിന്ന് മറിഞ്ഞു വീഴും അല്ലേ? നമ്മുടെ വിരലിൽ നമുക്ക് നിൽക്കാൻ സാധിക്കൂല. എങ്ങനെയാണ് ചെള്ളി കാലിൽ ഇത്രയും വെയിറ്റ് താങ്ങിയിട്ട് ഞാനിങ്ങനെ ഓടി എന്നിട്ട് ഞാൻ മറിഞ്ഞു വീഴുന്നില്ല? അത്ഭുതമല്ലേ അത്? ഒക്കെ നമ്മുടെ ചെവിക്കകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് വെച്ചിട്ടുള്ള ആ ദ്രാവകം. ഇങ്ങനെ മനുഷ്യനെപ്പറ്റി പഠിക്കുമ്പോൾ തന്നെ അള്ളാഹു ചെയ്ത മഹാ അനുഗ്രഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ അതാണ് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിന്നഈം. മനുഷ്യ, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള കോടാനുകോടി അനുഗ്രഹങ്ങൾ, സുഖാനുഗ്രഹങ്ങൾ, ആ സുഖാനുഗ്രഹങ്ങൾ ഓരോന്നിനെപ്പറ്റിയും ചോദിക്കും എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ ആലോചിക്കുങ്ങൾ, ഇവിടെ സഹാബത്തിനോടാണ് അല്ലാഹു തആല ആദ്യം ഇത് പറയുന്നത്. അതും പ്രഗത്ഭരായ സഹാബത്തിനോട്, മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്ത്. അവരുടെ ജീവിതത്തിൽ ഒരു അതിര് കവിച്ചിലൊന്നുമില്ല, ഇസ്രാഫൊന്നുമില്ല. എന്നിട്ട് ഇസ്രാഫില്ലാത്തവരോടാണ് ചോദിക്കണേ. എന്നാൽ നമ്മുടെ ജീവിതം ആലോചിച്ച് നോക്കുങ്ങൾ. നമ്മൾ കുറേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, ആ ഭക്ഷണം കുറേ വേസ്റ്റാക്കി തള്ളും അല്ലേ? അതിനൊരു കഷ്ണം കടിക്കും, ബാക്കിയൊക്കെ വേസ്റ്റ്. ഇങ്ങനെയാണെന്ന് ലോകത്തൊക്കെ കാണുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുങ്ങൾ, ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച്, ആ ഭക്ഷണം എന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച്, ഇനി വേറെ ഏത് കാര്യമാവട്ടെ, നമ്മൾ ധരിച്ച വസ്ത്രം, അതേപോലെ ഭക്ഷണം, വേറെ നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ, ഇങ്ങനെ തുടങ്ങി കോടാനുകോടി അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് അതിൽ അർത്ഥമുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് സുഭിക്ഷമായി ഭക്ഷിക്കാനുള്ള സംവിധാനം ഇന്ന് നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നോ അവിടെ ഉണ്ട്. എന്നാൽ തൊട്ടടുത്ത് അങ്ങോട്ട് കണ്ണോടിച്ച് നോക്കിയാൽ ആ ഗസ, ഫലസ്തീൻ, അവിടെയൊക്കെ നോക്കിയാൽ വേസ്റ്റ് സുബാലയിൽ നിന്ന് ഇങ്ങനെ വാരി തിന്നുന്ന ചിത്രമാണ് നമ്മൾ കാണാം. സോമാലിലേക്ക് നോക്കിയാലും അതേപോലെ തന്നെ നമ്മുടെയൊക്കെ നാടിൻ്റെ തന്നെ പല ഭാഗങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന നോക്കുമ്പോൾ പല ഹോട്ടലുകളിൽ നിന്നും വേസ്റ്റ് തട്ടി അതൊക്കെ തിന്നുന്ന മനുഷ്യന്മാർ ഇന്നുണ്ട്, ഈ കാലഘട്ടത്തുണ്ട്. അപ്പോൾ ആ അനുഗ്രഹം, നമ്മൾ ഭക്ഷിക്കുന്ന കുടിക്കുന്ന ഒരു വെള്ളത്തെ സംബന്ധിച്ചിട്ടുള്ള അനുഗ്രഹം നമുക്ക് മനസ്സിലാവുക നമ്മളതൊക്കെ കാണുമ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴുമാണെന്ന്. ഇവിടെ നമുക്കൊരു കടമുണ്ട്. അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹത്തിന് നാം നന്ദി കാണിക്കുന്നുണ്ടോ റബ്ബിനോട്, രക്ഷിതാവിനോട്? അതല്ല, അനുഗ്രഹം നന്ദി കാണിക്കാതെ പോകുന്നുണ്ടോ എന്നതാണ് ഇവിടെ ചിന്തിക്കാനുള്ള വിഷയം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങനെ തുറന്നിടുന്ന, ഈ മീൻ പിടിക്കണ പോലെ, ചൂണ്ടലിടണ പോലെ, ചൂണ്ടലിടുമ്പോൾ മീൻ കൊത്തിയാൽ നമ്മൾ ആ ഇട്ട ആളെന്ത് ചെയ്യും? അതങ്ങനെ അയച്ചിട്ട് കൊടുക്കും, അവസാനം ഒറ്റ നെട്ടിച്ചലാണ്. ഇതേപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ മനുഷ്യന് അനുഗ്രഹങ്ങൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിലും ശുക്ർ കാണിച്ചിട്ടില്ലെങ്കിലും ഓനിങ്ങനെ അല്ലാഹു തആല ചൊരിഞ്ഞ് ഇങ്ങനെ കൊടുക്കും, വീണ്ടും വീണ്ടും അനുഗ്രഹം കൊടുക്കും. അവസാനം ഒരൊറ്റ പിടുത്തമായിരിക്കും. അത് അങ്ങനെയാണ് പടച്ച തമ്പുരാൻ്റെ ശിക്ഷ വരാറുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാണാം. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, നാം അവർക്ക് ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യമൊക്കെ അവർ മറന്നു കളഞ്ഞപ്പോൾ, അഥവാ അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ട ആ കാര്യത്തെപ്പറ്റിയൊക്കെ അവർ മറന്നു കളഞ്ഞപ്പോൾ, ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ നന്മയുടെ ഗേറ്റുകളും അവർക്കാണ് തുറന്നു കൊടുത്തു. ഹത്ത ഇദാ ഫരിയു ബിമാ ഊത്തു, അവർക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ അവരിങ്ങനെ ആഹ്ലാദിച്ച് സന്തോഷിച്ച് നിൽക്കുമ്പോൾ അഹദ്നാഹും ബഖ്തതൻ, കണ്ണിമ വെട്ടണ സമയം കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹം കണ്ട് പിടിച്ചെടുക്കുന്ന ഫഇദാഹും മുബ്ലിസൂൻ, അപ്പോഴായിരിക്കും അവർ നിരാശഭരിതരാവുക എന്നുള്ളത്. അപ്പം റബ്ബിൻ്റെ ശിക്ഷ അങ്ങനെയാണ് വരിക. നല്ല ആരോഗ്യമൊക്കെ കിട്ടുമ്പം എനിക്കിപ്പോൾ ആരും സഹായമൊന്നും വേണ്ട, ഞാൻ തന്നെ മതി, സമ്പത്തൊക്കെ കിട്ടുമ്പം ആ സമ്പത്തൊക്കെ എൻ്റേതാണ് എന്ന ആ ധാരണയോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും
പെട്ടെന്ന് ആകസ്മികമായി ഹിമ വെട്ടണ സമയം കൊണ്ട് റബ്ബ് തമ്പുരാൻ ഏതെങ്കിലും രൂപത്തിലുള്ള ശിക്ഷ വന്നുകൊണ്ട് അതൊക്കെ മാറി മറിയുന്നതൊക്കെ നാം കാണുന്ന കാഴ്ചയാണ്. ആലോചിച്ച് നോക്കുങ്ങൾ, നമ്മുടെ സമ്പത്താവട്ടെ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള അവസ്ഥയൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ നമ്മൾ എത്ര ബാങ്ക് വന്നുകൂടിയാലും ഒരു നിമിഷം കൊണ്ട് അതൊക്കെ ഫ്രീസാക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കും. ആ രൂപത്തിലാണ് ലോകത്തൊക്കെ നടന്നു പോണത്. അപ്പോൾ അതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന് പറഞ്ഞതിൽ അതും ഉൾപ്പെടും. ഇതൊക്കെ ഭൗതികമായ അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എന്നാൽ ആത്മീയമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആത്മീയമായി അല്ലാഹു തആല നമ്മുടെ സൗഖ്യത്തിന് നൽകിയ ഏറ്റവും വലിയ ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതേപോലെ നാം നമസ്കരിക്കുന്ന നമസ്കാരം, അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള 5 വക്ത നമസ്കാരം, അതുകൊണ്ടൊക്കെ ലഭിക്കുന്നത് ആത്മീയമായ ആ സുഖ സൗകര്യമാണ്, ആ അനുഭൂതിയാണ്. അതേപോലെ നാം ഒരു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ആ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണമാണ്, ആ സുഖമാണ്, ആ സൗഖ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഈ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് എത്ര മുസ്ലിങ്ങളുണ്ടെന്ന്, വീട്ടിലൊക്കെ ചിലപ്പം ഖുർആൻ ഉണ്ടാവും, അതൊന്ന് തുറന്നു നോക്കി അതൊന്ന് വായിക്കാൻ, അതൊന്ന് മനസ്സിരുത്തി ചിന്തിച്ച് മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും, ജീവിതത്തിലെ 5 നിമിഷം പോലും അതിന് ചെലവഴിക്കാൻ സാധിക്കാത്തവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ സുഖ സൗകര്യത്തെ പറ്റി അല്ലാഹു തആല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഖുർആൻ അവതരിപ്പിച്ചു തന്നു. ആ ഖുർആൻ നിങ്ങളുടെ മനസ്സിൻ്റെ ഭക്ഷണമാണ്, നിങ്ങളുടെ ഇഹത്തിലെയും പരത്തിലെയും വിജയത്തിൻ്റെ മാനദണ്ഡമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും ആ ഖുർആനൊന്ന് തിരിഞ്ഞു നോക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് പഠിക്കാൻ അവസരം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്നത് മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താതിരിക്കലും അതും അതിനോടുള്ള വിമുഖതയാണ്, ഇസ്ലാമിനോടുള്ള വിമുഖതയാണ്. അതിനെപ്പറ്റിയും ചോദിക്കും എന്നുള്ളതാണ് അവിടെയും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം മറ്റ് ചില ആളുകൾ ഇസ്ലാമിനെ എപ്പോഴും ഇങ്ങനെ അതിൻ്റെ മുഖം വികൃതമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ആക്ഷേപ സ്വരങ്ങൾ ഇങ്ങനെ വിടും. ഇസ്ലാമൊക്കെ പഴഞ്ചനാണ്, അല്ലെങ്കിൽ അതിൽ കുറേ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കേണ്ടതുണ്ട്, അത് പുരാതന ജാഹിലിയ കാലഘട്ടത്തേക്കുള്ളതാണ്, ഈ ആധുനിക കാലഘട്ടത്തേക്ക് അതൊന്നും യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ പുച്ഛമനോഭാവത്തോടുകൂടി, അല്ലെങ്കിൽ ആ രൂപത്തിൽ ആ കണ്ണോടുകൂടി കാണുന്ന ഒരു രംഗം നമ്മളിൽ പലർക്കും ഉണ്ട്. അതും ഇതിനോട് ആ അനുഗ്രഹത്തെ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ ഒരു അനുഗ്രഹത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സഹാബത്ത് അവരൊന്നും വലിയ സാമ്പത്തികമായി എല്ലാവരും വലിയ ഉച്ചയിലല്ല, എന്നിട്ടും അവരുടെ സമ്പത്തൊക്കെ ഉള്ളവർ തന്നെ അവരുടെ സമ്പത്തൊക്കെ വെടിഞ്ഞുകൊണ്ട് മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജർ വരുമ്പോൾ ബോർഡറിൽ ആര് പിടിച്ചു വെക്കും? ഈ മുശ്രിക്കുകൾ പിടിച്ചു വെക്കും. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കത്തെ വലിയ പ്രമുഖനാണ്, ഖുറൈശി പ്രമുഖനാണ്, വലിയ പണ്ഡിതനുമാണ്, അതോടൊപ്പം വലിയ പണക്കാരനുമാണ്. ആ പണം എന്ന് പറയുന്നത് അദ്ദേഹം കച്ചവടം ചെയ്തുണ്ടാക്കിയ പണമാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഹിജ്റ പോകാൻ തുടങ്ങുമ്പോൾ ബോർഡറിൽ വെച്ചിട്ട് മുശ്രിക്കുകൾ ഖുറൈശികൾ പിടിച്ചു നിർത്തുകയാണ്. ഞങ്ങളിൽ നിന്ന് കച്ചവടം ചെയ്തുണ്ടാക്കിയ സമ്പത്തുമായിട്ട് ഇനി മദീനയിലേക്ക് മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാൻ, എൻ്റെ സമ്പത്തൊക്കെ നിങ്ങൾ എടുത്തോളി, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഇസ്രിബിലേക്ക് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോരുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അദ്ദേഹം മദീനയിലെത്തുമ്പോൾ അയാളുടെ കാശിൽ ഒരു ചില്ലിക്കാശ് പോലും അദ്ദേഹത്തിൻ്റെ അടുത്തില്ല, വലിയ പണക്കാരനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ, അൻസാരിയെ അദ്ദേഹത്തിന് കൂട്ടുകാരനായി നിശ്ചയിച്ചു കൊടുത്തു. അയാളുടെ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാളുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഭക്ഷണവും കാര്യവും ആ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണവും ഇതൊന്നുമല്ല, എനിക്ക് നിങ്ങളെ അങ്ങാടി മാർക്കറ്റ് കാണിച്ചു തരൂ, ഞാൻ അവിടെ പോയി എന്ത് ചെയ്തോളാം, കച്ചവടം തുടങ്ങിക്കൊള്ളാം. ആ കച്ചവടം അങ്ങനെ വലുതായി മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായി. അന്ന് മദീനയിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിക്കാതെ ഷഹീദാവാതെ നിന്നിരുന്ന ഒരുപാട് പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. ആ പ്രായമായ ആളുകൾക്കൊക്കെ ഇയാളുടെ കച്ചവടത്തിൻ്റെ സദക്കകൾ അയാൾ കൊണ്ടുപോയി കൊടുക്കുക. അതിന് മാത്രം അയാൾ വളർന്നു. അങ്ങനെ ഒരിക്കൽ അയാൾ ഒരു സദ്യ ഒരുക്കുകയാണ്, ഒരു ഭക്ഷണ പാർട്ടി ഒരുക്കുകയാണ്.
ഭക്ഷണ പാർട്ടി ഒരുക്കുമ്പോൾ എല്ലാ സുഹൃത്തുക്കളെയും അന്നുള്ള മദീനായിലുള്ള എല്ലാ കൂട്ടുകാരെയൊക്കെ വിളിക്കാം. അങ്ങനെ ആ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് ആ സദ്യ ഇങ്ങനെ ഒരുക്കുമ്പോൾ അദ്ദേഹം പിന്നെ ഒരു മൂലക്ക് എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം കൂട്ടുകാരൊക്കെ നോക്കുമ്പോൾ അയാളിങ്ങനെ കണ്ണുനീർ താര ഒഴുകുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ സമയത്ത് കരയുന്നത്? എല്ലാവരും നല്ല അനുഗ്രഹത്തോടു കൂടി സുഖാനുഭൂതിയോടു കൂടി നല്ല ആസ്വദിച്ചു കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളെന്താ വീടിൻ്റെ മൂലയിൽ നിന്ന് കരയാൻ കാരണം എന്ന് ചോദിക്കേണ്ടെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, ഞാൻ എന്നേക്കാൾ പ്രമുഖനായ ഒരു സഹാബിയുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, മിസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്നത്. ആ മിസ്അബ് ഇബ്നു ഉമൈർ മക്കായിലെ ഏറ്റവും വലിയ ധനാഢ്യനാണ്. അയാളുടെ വാപ്പയും ഉമ്മയും ഒക്കെ വലിയ ധനാഢ്യനാണ്. മുസ്ലിമായ കാരണത്താൽ ഉമ്മ പിന്നെ അങ്ങേയറ്റം വെറുത്തു. പിന്നെ അങ്ങനെയൊക്കെ വെറുത്തിട്ട് പോലും ഞാൻ ആ മിസ്അബ് ഇബ്നു ഉമൈർ തൻ്റെ സമ്പത്തൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, എന്താണ് ആ മിസ്അബ് ഇബ്നു ഉമൈർ അങ്ങ് മക്കായിലൂടെ നടന്നു പോകുമ്പോൾ അയാൾ ഉപയോഗിച്ച അത്തറിൻ്റെ വാസന അന്തരീക്ഷത്തിലൊക്കെ ഇങ്ങോട്ട് പരന്നിട്ട് എല്ലാവർക്കും ഇതിൻ്റെ മണം കിട്ടുന്നു. അത്ര മുന്തിയ തരത്തിലുള്ള അത്രയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സഹാബിയായിരുന്നു മിസ്അബ് ഇബ്നു എന്ന് പറഞ്ഞാൽ നല്ല പണക്കാരനാണ്. അദ്ദേഹം ഹിജ്റ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ അംബാസഡറായി പ്രവർത്തിച്ച മദീനയിലെ അംബാസഡറാണ് ഈ മിസ്അബ് ഇബ്നു ഉമൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ച എന്നാൽ ആദ്യത്തെ പിന്നെ ഒരു അധ്യാപകനും അംബാസഡറും കൂടിയാണ് മിസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്നത്. ആ മിസ്അബ് ഇബ്നു ഉമൈറിനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിൽ പതാകവാഹകനായി എന്ന് പറഞ്ഞാൽ ലീഡറായി നിശ്ചയിക്കുന്നത്. ആ പതാക വഹിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഒരു ശത്രു വന്നിട്ട് ആ പതാക വഹിക്കണ കൈ വെട്ടാണ്. കൈ വെട്ടി ആ പതാക താഴെ വീണു. അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് അയാൾ വീണ്ടും ആ പതാകവാഹകനായി മുന്നോട്ട് പോകാൻ, അപ്പോഴും ശത്രു വന്നുകൊണ്ട് അയാളുടെ ഇടത്തെ കൈ വെട്ടി. അങ്ങനെ അദ്ദേഹം ആ മുറിഞ്ഞു പോയ കൈയിൻ്റെ ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പതാക വഹിച്ചുകൊണ്ട് വീണ്ടും പോവാണ്. അങ്ങനെ മൂന്നാമത്തെ വെട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് വെട്ടി ശത്രു വന്നുകൊണ്ട്. അങ്ങനെ അദ്ദേഹം ആ യുഹദ് രണാങ്കളത്തിൽ ആ മൈതാനത്ത് അദ്ദേഹം ഷഹീദായി വീഴുകയാണ്. ഷഹീദായി വീണപ്പോൾ സഹാബത്തെല്ലാവരും അദ്ദേഹത്തെ പിന്നെ കഫൻ ചെയ്യണമല്ലോ. അങ്ങനെ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രം അന്വേഷിക്കുമ്പോൾ അയാൾ ഒരൊറ്റ വസ്ത്രമുള്ളൂ. അയാളെ കീശയിലോ അയാളെ പരിസരത്തോ ഒരു ചില്ലിക്കാശ് പോലുമില്ല. അയാൾക്ക് കഫം പുട വാങ്ങാൻ പോലുള്ള കാശ് അയാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു സഹാബത്ത്, ഒറ്റ വസ്ത്രമുള്ളൂ, തലമറിച്ചാൽ കാലുമറിയില്ല, കാലുമറിച്ചാൽ തലമറിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം നബിയെ എന്ന് ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ വസ്ത്രം കൊണ്ട് നിങ്ങളുടെ തലയുടെ ഭാഗം മറക്കുക, ബാക്കി ഇദ്ഹിർ എന്ന് പറയുന്ന ഒരു നീണ്ട പുല്ലുണ്ട്, ഇദ്ഹിർ പുല്ല് എന്നാ പറയാം. നമ്മൾ പണ്ടത്തെ പൊരമീണ രൂപത്തിലുള്ള ആ പുല്ല് പ്രായമായവർക്കൊക്കെ അറിയാം. അപ്പോൾ ആ പുല്ല് ഉപയോഗിച്ചുകൊണ്ട്, ഇദ്ഹിർ പുല്ല് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി ഭാഗം മറക്കാനും അങ്ങനെ കഫൻ ചെയ്യാനും ദഫൻ ചെയ്യാനും വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായിരുന്ന ഈ ഒരു രംഗം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനായ ഏറ്റവും വലിയ പ്രശസ്തനായ മിസ്അബ് ഇബ്നു ഉമൈർ മരിക്കുമ്പോൾ, അദ്ദേഹം ഉഹദ് യുദ്ധ രണാങ്കളത്തിൽ ഷഹീദാകുമ്പോൾ ഒരു കഫൻ പുട ചെയ്യാനുള്ള വസ്ത്രം വാങ്ങാനുള്ള കാശില്ലാതെ പരമദരിദ്രനായിട്ടാണല്ലോ മരിച്ചു പോയത്, ഷഹീദായത് എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചത്. നിങ്ങൾ ഭക്ഷിക്കുന്ന ഈ കൂട്ടം കൂടിയിരുന്ന് നിങ്ങൾ ഭക്ഷിക്കുന്ന ഈ ഭക്ഷണത്തെപ്പറ്റി നിങ്ങൾ അല്ലാഹു തആല ചോദിക്കും എന്ന് പ്രവാചകൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ട് അത് ഓർത്തു പോയതാണ് ഞാൻ. സുമ്മല തുസ്അലുന്ന യൗമ ഇതിൻ അനിന്നയും എന്നതോർത്തുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് കരഞ്ഞത് എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പണക്കാരനായ ആ സ്വഹാബി പറയുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ സഹോദരന്മാരെ, ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഇതൊക്കെ സഹാബത്തിൻ്റെ ഓരോരോ ചരിത്രവും സംഭവങ്ങളും ഒക്കെയാണ്. നമുക്ക് അള്ളാഹു ചെയ്തു തന്ന നമുക്കെന്താ കിട്ടിയത് ആ അനുഗ്രഹത്തെപ്പറ്റി ചിന്തിച്ച് അതിന് നന്ദി ചെയ്യാൻ ഒരു 5 മിനിറ്റ് റബ്ബിന് ശുക്ർ ചെയ്യാൻ, ആ ശുക്രാണ് ഏറ്റവും വലിയ ശുക്രാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം ഒന്ന് കൃത്യമായി നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ നാം ചിന്തിക്കേണ്ടതാണ്, വിചിന്തനം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സഹാബത്തിനോട് ഇങ്ങനെ പറയാണ്, മൻ ഹാഫള അലൈഹ കാനത് ലഹു നൂറൻ വ ബുർഹാന. ഒരാൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അയാൾക്ക് അല്ലാഹു തആല പ്രത്യേകം പ്രകാശം ഉണ്ടാക്കി കൊടുക്കും. അതേപോലെ വനജാത്തം മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷയുണ്ടാക്കി കൊടുക്കും യൗമൽ ഖിയാമ, പുനരുദ്ധാന നാളിൽ. വമല്ലം യുഹാഫിള് അലൈഹ,
ഒരാൾ ആ നമസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ ലം തക്കുൻ ലഹു നൂറൻ വല നജാത്ത, അയാൾക്കൊരു രക്ഷയുണ്ടാവില്ല, ഒരു പ്രകാശവും ഉണ്ടാവില്ല. വക്കാന യൗമൽ ഖിയാമ മാ ഖാറൂന വ ഫിർഔന വ ഹാമാന വ ഉബയ്യ ഇബ്നു ഖലഫ്. ഈ ആളുകളുടെ കൂടെയായിരിക്കും, ഖാറൂനിനോടൊപ്പവും ഫിർഔനോടൊപ്പം ഹാമാനോട് കൂടെയൊക്കെ ആയിരിക്കും എന്ന. എന്നാൽ കൃത്യമായി നമസ്കരിച്ച് പരലോകബോധമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ആ സ്വർഗലോകത്തായിരിക്കും. എന്താ തെളിവ്? മഹാനായ റബീഅ എന്ന് പറയുന്ന റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൃത്യനാണ്. ആ വൃത്തി ജോലി അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ വുളൂ ഒക്കെ എടുക്കാനുള്ള, അംഗശുദ്ധി വരുത്താനുള്ള വെള്ളം കൊണ്ടുപോയി വെച്ചു കൊടുത്തു. അപ്പം ഇയാൾ പാവപ്പെട്ട പരമദരിദ്രനാണ്. അന്ന് മദീനായിലെ അഹ്ലു സുഫത്ത് എന്ന് പറഞ്ഞാൽ, സുഫത്ത് എന്ന് പറഞ്ഞാൽ അന്ന് മദീനായിലെ പാവങ്ങളൊക്കെ താമസിക്കുന്ന ഒരു തണൽ പോലെ പള്ളിയുടെ പിന്നിലൊരു സ്ഥലമുണ്ട്, അതിനാണ് സുഫത്ത് എന്ന് പറഞ്ഞാൽ. അവിടെയാണ് പരമദരിദ്രരായ ആളുകളൊക്കെ കൂട്ടം കൂടി താമസിക്കുക. അതിൽപ്പെട്ട പരമദരിദ്രനായ സഹാബിയാണ് ആര്? റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്നത്. അയാൾ ഒളു ഉണ്ടാക്കാനുള്ള വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, സൽ യാ റബീഅ, എനിക്ക് വേണ്ടതൊക്കെ ചോദിച്ചോ, തുഅത ലഭിക്കും, ആ വേണ്ടതൊക്കെ ഞാൻ തരും എന്ന് പറയുകയുണ്ടായിന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, പിന്നെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വീണ്ടും. അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള മുറാഫഖത്തക ഫിൽ ജന്ന, നിങ്ങളോടൊപ്പം പിന്നെ അള്ളാഹു ആ സ്വർഗലോകത്ത് നിങ്ങളോടൊപ്പമുള്ള ആ സഹവാസമാണ് എനിക്ക് വേണ്ടത് എന്ന് ആ സ്വഹാബി പറയുന്നുണ്ട്. ഈ ഒരു ബോധമാണ് നമുക്കുണ്ട്. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ആ ദുനിയാവിൽ മാത്രം ഒതുങ്ങാതെ നാളെ പരലോകത്തേക്ക് ലഭിക്കുന്ന അതിൻ്റെ ആ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ ഓരോ അനുഗ്രഹവും മാറ്റാൻ അല്ലെങ്കിൽ ആക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം എന്നതും അത് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമാണ്. സമയനോ? എന്നാ മതി, എന്നാൽ നമുക്ക് നിർത്താം. അപ്പോൾ സുമ്മല തുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം, നിങ്ങളെ മനസ്സിൽ നിന്ന് പോകരുത്. ഈ ആയത്ത് എന്നും അതിൻ്റെ ആ പച്ചപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം മരണം വരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. أو أفكر